മലപ്പുറം പാണ്ടിക്കാട് പ്രവാസി വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ പണം ആവശ്യപ്പെട്ട് ബിസിനസ് പങ്കാളിക്ക് വാട്സാപ്പ് കോൾ. 1.5 കോടിയോളം രൂപയാണ് വിളിച്ചവർ ആവശ്യപ്പെട്ടത്. വ്യവസായി ഷമീറിന്റെ ഭാര്യയെ വിളിച്ച് കേസുമായി മുന്നോട്ട് പോകരുത് എന്നും ആവശ്യപ്പെട്ടു. എന്നാൽ രാത്രിയാണ് വട്ടിപ്പറമ്പത്ത് ഷമീറിനെ തട്ടിക്കൊണ്ടുപോയത്. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ബുള്ളറ്റിൽ വരികയായിരുന്ന ഷമീറിനെ ഇന്നോവയിലെത്തിയ ഒരു സംഘം വീട്ടിന് ഒരുപാട് ദൂരമൊന്നുമല്ല, വീടിന് വളരെ അടുത്താണ്, വളരെ അടുത്ത് തട്ടിക്കൊണ്ടുപോയി എന്നുള്ളതാണ് നേരത്തെ ബന്ധുക്കൾ പറഞ്ഞിരുന്നത്. അത് ആ CCTV ദൃശ്യങ്ങളിൽ കാണാം. അത് ഷമീറാണ്, ബുള്ളറ്റിൽ വരുന്ന ഷമീറാണെന്ന് തോന്നുന്നു. ഷമീറിനെ അതിനുശേഷം തട്ടിക്കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. എന്തോ സാമ്പത്തിക തർക്കം ഇതുമായി ബന്ധപ്പെട്ട അത് ഇന്നോവയുടെ ഡോർ അവിടെ തുറന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ തട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ഇന്നോവയുടെ ഡോർ അങ്ങനെ തുറന്നിട്ടിരുന്നത്. അതിൻ്റെ പിന്നാലെ വരുന്ന ഷമീറിനെ തൂക്കിയകത്തിട്ട് കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പിന്നിൽ സാമ്പത്തിക തർക്കം എന്തോ ഉണ്ട്. ഇത് ആദ്യമായിട്ടൊന്നും അല്ല ഇത്തരത്തിൽ തട്ടിക്കൊണ്ടുപോകുന്നത്. ഈ പറയുന്ന തട്ടിക്കൊണ്ടുപോവുകയും പണം ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒന്നല്ല പല സംഭവങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇനി അത് കോംപ്രമൈസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് ഈ തട്ടിക്കൊണ്ടുപോയവരെ തന്നെ സുരക്ഷിതമായി ഇറക്കി വിടുന്ന വാർത്തകളും നമ്മൾ കണ്ടതാണ്. ആ പ്രതികരണം ഒന്ന് കാണാം. ഇവർ കാലങ്ങളായിട്ട് UAE ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ വൈകുന്നേരം ഒരു 7:45 കൂടിയിട്ടാണ് സംഭവം സംഭവിച്ചെന്ന് വിചാരിക്കുന്ന. ആൾ ടൗണിൽ പോയിട്ട് സുഹൃത്തിൻ്റെ കടയിൽ പോയി മടങ്ങി ബുള്ളറ്റ് ബൈക്കിൽ വരുന്ന സമയത്താണ് ഒരു ഇന്നോവ കാറിൽ വന്ന ആളുകളാണ് കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നിയമപരമായിട്ട് തന്നെ പരാതി ബോധിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പോലീസിൽ നമുക്ക് വിശ്വാസമുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്തി പ്രതികളെ പിടികൂടുമെന്നുള്ള പ്രതീക്ഷയിലാണ്. വിപിൻ C. വിജയൻ ആ വാർത്തയുടെ ഒരു മറ്റൊന്ന്. വിപിൻ, തട്ടിക്കൊണ്ടുപോയവർ ചോദിക്കുന്നത് 1.5 കോടിയോളം രൂപയാണ് ബിസിനസ് പങ്കാളിയോട്. ഭാര്യയോട് വിളിച്ച് പരാതിയുമായി മുന്നോട്ട് പോകരുത് എന്ന് ഭീഷണിപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ സാമ്പത്തിക ഇടപാടിനെ പറ്റി വീട്ടുകാരും പോലീസും പറയുന്നത് എന്താണ്? ഈ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച പരിശോധന എങ്ങനെയാണ് വിപിൻ? അശ്മി, ഷമീറിനെ തട്ടിക്കൊണ്ടുപോയതിന് പിന്നിൽ സാമ്പത്തികമായിട്ടുള്ള തർക്കം തന്നെയാണ്, അത്തരത്തിലുള്ള ഇടപാട് ആണ് എന്നുള്ളത് കൂടുതൽ വ്യക്തമാവുകയാണ്. ഇന്നിപ്പോൾ അല്പസമയം മുൻപാണ് UAE-യിലുള്ള തൃശൂർ സ്വദേശിയായിട്ടുള്ള ഈ ബിസിനസ് പാർട്ട്ണർക്ക് ഒരു വാട്സപ്പ് കോൾ വരുന്നത്. അത് ഷമീറിൻ്റെ ഫോണിൽ നിന്ന് തന്നെയാണ് വരുന്നത്. പക്ഷെ വിളിക്കുന്നത് ഷമീർ അല്ല, ഈ തട്ടിക്കൊണ്ടുപോയ ആളുകളാണ്. അവർ വിളിച്ചിട്ടാണ് ഏകദേശം ഇന്ത്യൻ റുപ്പി 1,60,00,000 രൂപയ്ക്ക് സമാനമായിട്ടുള്ള ചെക്കുകൾ തയ്യാറാക്കി വെക്കണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മറ്റ് കാര്യങ്ങൾ പിന്നീട് പറയാം എന്നുള്ളതുമാണ് അറിയിച്ചിരിക്കുന്നത്. അതേ സമയത്ത് തന്നെയാണ് ഇവിടെ പാണ്ടിക്കാട് വീട്ടിലുള്ള ഭാര്യയ്ക്കും ഫോൺ കോൾ വന്നിരിക്കുന്നത്. അതും വാട്സപ്പ് കോളാണ് വന്നത്. ഈ വാട്സപ്പ് കോളിൽ പറഞ്ഞത് ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട കേസുമായി മുന്നോട്ട് പോകേണ്ടതില്ല, അത് സംസാരിക്കണം, ഏകദേശം കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ബന്ധപ്പെടാം എന്നുള്ളത് പറഞ്ഞിട്ടാണ് ആ ഫോൺ കോൾ കട്ട് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം മൊബൈൽ സ്വിച്ച് ഓഫ് ആവുകയും ചെയ്യുകയാണ്. കൂടുതൽ പരിശോധനകൾ, ഇത് UAE നമ്പറാണ് ഷമീർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ കൂടുതൽ പരിശോധനകൾ നടത്തുന്നു. ഒപ്പം തന്നെ പോലീസും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പെരിന്തൽമണ്ണ DYSPക്കാണ് ചുമതല. വിപിൻ C. വിജയനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.